പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസം മുമ്പാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കേരളത്തിൽ വലിയ ചർച്ചയാവുന്നത്. നമുക്കറിയാം, 2018 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമല എന്ന കേരളത്തിലെ 45% വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ മഹാക്ഷേത്രം എന്നവർ വിലയിരുത്തുന്ന ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കും പിന്നെ 50 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾക്കുമാണ് ശബരിമലയിൽ പ്രവേശനമുണ്ടായി. അതിനിടയ്ക്കുള്ള വലിയൊരു സ്ത്രീ സമൂഹത്തിന് ഹിന്ദു സമുദായത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ചില ആചാരങ്ങളുടെ ഭാഗമായി അവർക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ 2018 സെപ്റ്റംബറിൽ വന്ന സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചു. ആ പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച്, ദീപക് മിശ്ര എന്ന ചീഫ് ജസ്റ്റിസിന് നേതൃത്വമുള്ള 5-അംഗ ബെഞ്ച് വിധിച്ചു. അതിൽ 4 പേര് ഇതിനനുകൂലമായും ഇന്ദു മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു വനിതാ ന്യായാധിപ ഈ യുവതീ പ്രവേശനത്തിന് എതിരായും വിധിച്ചു. അങ്ങനെ 4-1 എന്നുള്ള അനുപാതത്തിലാണ് സുപ്രീം കോടതി ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, അത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള വലിയ വൻതോതിലുള്ള വിവാദം. കാരണം നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗമാണ് ഹിന്ദു മതവിഭാഗം. ഏതാണ്ട് 45% വരുന്നത് കേരളത്തിൽ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമലയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരമായിരുന്നു അവിടെ യുവതീ പ്രവേശം അനുവദിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ആചാരങ്ങളുടെ ലംഘനമാണ് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല വിഭാഗമായിട്ടുള്ള ഹിന്ദു മതവിഭാഗം വലിയ തോതിലുള്ള എതിർപ്പും രോഷവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നമുക്ക് അന്ന് അറിയാമായിരുന്നു. നാമജപ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾ ഇറങ്ങി. NSS എന്ന് പറഞ്ഞിട്ടുള്ള നായന്മാരുടെ സംഘടന അതിനെ എതിർത്തു. SNDP എന്ന് പറഞ്ഞ ഈഴവരുടെ സംഘടന അതിനെ എതിർത്തു. വലിയ തോതിൽ ഒരു വലിയ കേരളം പ്രക്ഷുബ്ധമായി മാസങ്ങളോളം എന്നുള്ളത് ഈ വിധിന്യായം വന്നതിനെ തുടർന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുപോലൊരു വിധിന്യായം വരുമ്പോൾ തലയ്ക്ക് വെളിവുള്ള ഏത് സർക്കാരും വളരെ ഗൗരവത്തോടുകൂടി, വളരെ അവധാനതയോടുകൂടി ആ വിധിന്യായം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു മതവിഭാഗത്തിൻ്റെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾക്കെതിരാണ് ഈ വിധിന്യായം എന്നുള്ളത് കൊണ്ട് ആ ആചാര ലംഘനത്തെ പിന്തുണച്ചാൽ അത് വലിയ സംഘർഷങ്ങൾക്കിടയാകും എന്ന് കരുതിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ അവധാനതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തലയ്ക്ക് വെളിവുള്ള ഒരു ഭരണകൂടം ശ്രമിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു ഭരണകൂടമല്ല ഇവിടെ അധികാരത്തിലിരുന്നതും അന്നിരുന്നതും ഇന്നിരിക്കുന്നതും. അന്ന് ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത, ഇന്നും ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ഒരു നവോത്ഥാന നായകനും ഒരു 2ാം ശ്രീനാരായണ ഗുരുവാകാനും അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഈ വിധിന്യായം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ വിധി ഞങ്ങൾ നടപ്പിലാക്കും. മണിക്കൂറുകൾക്കുള്ളിൽ. എനിക്കന്ന് നല്ലപോലെ ഓർമ്മയുണ്ട്. അന്ന് ദേവസ്വം ബോർഡും ഒക്കെ ഉൾപ്പെടെ ഈ വിധിന്യായം നടപ്പിലാക്കുന്നതിനെതിരെ നിലപാടെടുത്തെങ്കിൽ പോലും വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, ഇത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും, എന്ത് വില കൊടുത്തും ഇത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വലിയ പൊട്ടിത്തെറി ആ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ നിന്നുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിലെ മതവിഭാഗങ്ങളെല്ലാം തന്നെ, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പോലും ഈ ആചാര ലംഘനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായത്തിലായിരുന്നു. പക്ഷേ പിണറായി വിജയൻ തീരുമാനിച്ചു, പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് പ്രധാനം ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് പ്രധാനം ഭരണഘടനയാണ്, ഞങ്ങൾക്ക് പ്രധാനം നവോത്ഥാനമാണ്, ഞങ്ങൾക്ക് പ്രധാനം 5-10 സീറ്റുകളോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുകയോ എന്നുള്ളതല്ല, സ്ത്രീ തുല്യത നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളത്തിലേക്ക് നെഞ്ചു വിരിച്ച് മപ്പടിച്ച് കളത്തിലേക്ക് അങ്ങിറങ്ങി.
എന്നിട്ട് അദ്ദേഹം നിരന്തരം ഈ വിധിന്യായം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ തുടങ്ങി. CPM-ൻ്റെ ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹം എല്ലാ ജില്ലകളിലും ചെന്ന് ഈ നവോത്ഥാനത്തിന് വേണ്ടിയും സ്ത്രീതുല്യതയ്ക്ക് വേണ്ടിയും ഭരണഘടന നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ഈ വിധിന്യായം നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടും ഘോരം അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നതിനനുസരിച്ച് ഹിന്ദു മതവിഭാഗത്തിൽ നിന്നും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ വലിയ എതിർപ്പും രോഷവും തിളച്ചു മറിയാൻ തുടങ്ങി കേരളത്തിൽ. നമുക്കറിയാമല്ലോ, നാമജപ ഘോഷയാത്രകൾ കൊണ്ട് പ്രകമ്പനം കൊണ്ടു അന്ന് കേരളം. വലിയ തോതിൽ സംഘർഷങ്ങളും രാത്രി ചാർജും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു. BJP പോലുള്ള പാർട്ടികളൊക്കെ തന്നെ അതിനെതിരായിട്ട് അതിശക്തമായി രംഗത്ത്. പക്ഷേ എത്ര എതിർപ്പ് കൂടുന്നോ അതിനനുസരിച്ച് ഇത് നടപ്പിലാക്കിയേ അടങ്ങൂ എന്നുള്ള വാശി പിണറായി വിജയനിൽ ശക്തമായി. പിണറായി വിജയനിൽ ഞാൻ ശക്തമായി എന്ന് പറയുമ്പോൾ പാർട്ടി പരിപൂർണമായി അതിന് അനുകൂലമായിരുന്നില്ല എന്ന് നമ്മൾ കാണണം. പക്ഷേ പാർട്ടി പിണറായി വിജയൻ്റെ ചവിട്ടടിയിലാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്കൊന്നും കഴിയാത്തതുകൊണ്ട് പാർട്ടി നിശബ്ദമായി ഇരുന്നു. പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഒരു അശ്വമേധ യാത്ര പോലെ ഈ വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് യോഗങ്ങളുമായി പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ ജില്ലയിലും പോയി പ്രസംഗിച്ചു. യുവതികളെ കയറ്റിയിരിക്കും എന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. പക്ഷേ പിണറായി വിജയന് നിർബന്ധമായിരുന്നു സ്ത്രീകളെ കയറ്റും. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബിന്ദു അമ്മിണി കനകദുർഗ എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ അവസാനം വേഷം മാറ്റിച്ച് വേഷപ്രച്ഛന്നരായി അവരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് ഒരു സംഘം പോലീസുകാരെ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ആ പോലീസുകാരുടെ അകമ്പടിയിൽ ഇന്നിപ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന KP ശങ്കരദാസ് എന്ന് പറയുന്ന അയാളുടെ മകൻ ഹരിശങ്കർ, ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും വലിയ കണ്ണിലുണിയാണ്, DIG. അന്ന് അയാൾ കോട്ടയം SP ആയിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന CPM അണികളായിട്ടുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഈ ബിന്ദു അമ്മിണിയെയും കനകദുർഗയും വേഷം മാറ്റിച്ച് പിണറായി വിജയൻ ശബരിമലയിലേക്ക് കയറ്റി. എതിർപ്പുകളെല്ലാം തൃണവൽഗണിച്ചു. അവരെ കൊണ്ടുവന്ന് കയറ്റി അവർ കയറിയത് വലിയ വാർത്തയായി. വലിയ പ്രതിഷേധങ്ങളൊക്കെ വന്ന സമയത്ത് പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ വന്നിറങ്ങിയപ്പോൾ പത്രക്കാരിൽ ചെന്നിട്ട് ഇങ്ങനെ കയറി എന്ന് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നെഞ്ചു വിരിച്ച് നിന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞു, അത് ശരിയായിരിക്കാം, അതല്ലേ സുപ്രീം കോടതിയുടെ വിധി, ആ വിധി നടപ്പിലാക്കിയതായിരിക്കാം, അവർ കയറിയതായിരിക്കാം എന്ന് അദ്ദേഹം നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അങ്ങനെ അവർ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരിമലയിലെ തന്ത്രി അവിടെ എന്തോ ശുദ്ധികലശോ മറ്റോ നടത്തി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കത്തിജ്വലിക്കുകയായിരുന്നു തന്ത്രിക്കെതിരെ. അയാൾക്ക് ആരാണ് അതിന് അനുവാദം നൽകിയത്? അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കാൻ തന്ത്രിക്ക് എന്താ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കാണിച്ചിട്ടുള്ള പുകിൽ നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അയാളുടെ ഒരൊറ്റ പിടിവാശി, പിണറായി വിജയൻ്റെ ഒരൊറ്റ പിടിവാശിയാണ് അന്ന് നടന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടി പോലും അയാളുടെ മുമ്പിൽ നിശബ്ദമായി നിൽക്കേണ്ടി വന്നതുകൊണ്ട് നിന്നതാണ്. അതിനകത്തൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പ്രബലമായിട്ടുള്ള ഹിന്ദു മതസമുദായത്തിനെ മൊത്തം എതിർപ്പ് ആക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇയാളുടെ മുഖത്ത് പോലും നോക്കി നിൽക്കാൻ പറ്റുള്ളൂ. മുഖത്ത് അയാളൊന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രം ഒഴിക്കുന്നവന്മാരാണ് ബാക്കി CPM-ന്റെ നേതാക്കന്മാരെല്ലാം. അങ്ങനെ എന്ത് സംഭവിച്ചു? അങ്ങനെ അത് വലിയ പ്രശ്നമായി. അതെവിടെയാണ് ചെന്ന് അവസാനിച്ചത്? നമുക്ക് ഓർമ്മയില്ലേ? 2019 മെയ് മാസത്തിലെ ഏപ്രിൽ മാസത്തിലോ മറ്റോ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് ഒരേ ഒരു സീറ്റ് കിട്ടുന്നതിലേക്ക് ആ വിഷയം കൊണ്ടുവന്ന് എത്തിച്ചില്ലേ സുഹൃത്തുക്കളെ? ഈ സ്ത്രീ വിഷയം, ഈ യുവതി പ്രവേശം പറഞ്ഞ വിഷയമല്ലേ CPM-ന് ഒരു സീറ്റ് മാത്രം കിട്ടുന്നതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്? ഇപ്പോഴത്തെ 2019 കഴിഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ യുവതി പ്രവേശം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഈ 5 അംഗ ബെഞ്ചിൻ്റെ വിധി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയിൽ ചെന്നു. ആ ഹർജികളെല്ലാം കൂടി സുപ്രീം കോടതി ഏതാണ്ട് മാർച്ച് മധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വിധി പുനഃപരിശോധിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. അപ്പോൾ ഈ മാർച്ചിൻ്റെയൊക്കെ പ്രധാനം എന്താ? മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ യുവതി പ്രവേശം വീണ്ടും ചർച്ചയാവുന്നു. സ്വാഭാവികമായി സർക്കാരിൻ്റെ നിലപാടെന്താ എന്നുള്ളത് ചോദിക്കില്ലേ? സർക്കാരിന് ഇനി യുവതി പ്രവേശത്തെ അനുകൂലിക്കാൻ പറ്റുമോ? കാരണം 2019 ഒരു സീറ്റിലേക്ക് ചുരുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് മലക്കം അറിയേണ്ടി വരും. സർക്കാരിന് ഇപ്പോൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായി പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി അനുകൂലമായി പറയുമ്പോൾ എന്ത് സംഭവിക്കും? യുവതി പ്രവേശത്തെ എതിർത്ത് നിന്ന ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് ബാങ്ക് ഉണ്ട്, അവരതൃപ്തരാകും.
അവരുടെ ഇടയിൽ രോഷമുണ്ടാകും, അവരുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ ഒരു വശത്ത് ഒന്നുകിൽ കക്ഷത്തിലിരിക്കുന്ന പോകും, അല്ലെങ്കിൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പറ്റാത്തവർ, ഇത് രണ്ടും പോകും എന്നുള്ള നിലയിലേക്ക് വരും. സ്വാഭാവികമായും വിശ്വാസികൾക്ക് അനുകൂലമായി പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് പോകും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ ശബരിമല യുവതീ പ്രവേശം പിണറായി സർക്കാരിൻ്റെ ഒരു വാട്ടർ ലൂ ആകാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ തലയ്ക്ക് അടിയായി ഈ യുവതീ പ്രവേശം മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന ഒരൊറ്റ ആളിൽ മാത്രമാണ് എന്ന് നമ്മൾ കരുതണം. കാരണം ഇതുപോലൊരു വിധി വരുമ്പോൾ 40-45% വരുന്ന ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. അവരുടെ എതിർപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ട ഈ വിഷയം തനിക്കൊരു രണ്ടാം ശ്രീനാരായണ ഗുരു ആകാൻ വേണ്ടിയിട്ട്, തനിക്ക് കേരളത്തിലൊരു നവോത്ഥാന നായകനാകാൻ വേണ്ടിയിട്ട്, തനിക്ക് വലിയ വലിയ ഭരണഘടനാ വിശ്വാസിയായി മാറാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എടുത്ത ആ തെറ്റായിട്ടുള്ള സമീപനം കൊണ്ട് 2019 തോറ്റു, ഇപ്പോൾ 2026 തോക്കാൻ പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ പിടിവാശി, അയാളുടെ അപ്രമാദിത്വം, അയാളുടെ അഹങ്കാരത്തിന് കിട്ടുന്ന ഒരു അടിയായി ഈ യുവതീ പ്രവേശം വീണ്ടും മാറാൻ പോവുകയാണ്. ഞാനൊരു നിരീശ്വരവാദിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ ദൈവവിശ്വാസികൾക്ക് ഇത് അയ്യപ്പ കോപമാണ് എന്ന് അവർ ധരിച്ചാൽ പോലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അയ്യപ്പ കോപം കൊണ്ട് 2019 തോറ്റു എന്നവർ വിചാരിച്ച തെറ്റു പറയാൻ പറ്റില്ല. അയ്യപ്പ കോപം കൊണ്ട് ശബരിമലയിലെ പെരുങ്കൊള്ള പുറത്തു വന്നു എന്ന് അവർ പറഞ്ഞ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അയ്യപ്പ കോപം കൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് യുവതീ പ്രവേശം വീണ്ടും ചർച്ചയാവുകയും CPM-നെ മൂലയ്ക്കിരുത്തുകയും ചെയ്തു. അതിന് അയ്യപ്പ കോപമാണ് കാരണം എന്ന് ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.